എന്റെ പ്രണയത്തിൻ താജ്മഹൽ എന്ന ഞാൻ എഴുതി സംഗീതം ചെയ്ത നജീം അർഷാദിനെ പോലുള്ള ഒരു പാട്ടുകാരനെ അവതരിപ്പിക്കാൻ പറ്റിയ ആ പാട്ട് വലിയൊരു ഹിറ്റായി മാറി. വളരെ മോഡേൺ ആയിട്ടുള്ള ഒരു കഥ പറയുകയും ഈ സിനിമയുടെ പേര് ഇന്ദ്രപ്രസ്ഥം എന്നാണെന്ന് പറയുകയും അങ്ങനെ ഈ കഥ അന്നത്തെ ഒരു അവസ്ഥയില് മോർഫിംഗ് എന്ന് പറയുന്ന സാങ്കേതിക വിദ്യ ഇന്ത്യൻ സിനിമയിൽ ആദ്യമായിട്ട് അവതരിപ്പിക്കപ്പെടാൻ പോകുന്ന ഒരു സിനിമയാണ്. ബാബുവാനെ വെച്ചിട്ട് രണ്ടു മൂന്ന് പടങ്ങൾ അതിനു മുമ്പ് എഴുതിയിരുന്നു. ചന്ത എന്ന് പറയുന്ന ഒരു സിനിമ എഴുതുന്നത്. ചന്ത എന്ന് പറയുന്ന സിനിമ അക്കാലത്ത് വലിയ ഹിറ്റായിരുന്നു. ബാബുവാനെ ഒരു വലിയ താരമായിട്ട് ഇങ്ങനെ ഉയർന്നു വരുന്നതിന്റെ അത് ഉറപ്പിക്കുന്നതിന്റെ ഒരു സിനിമ കൂടിയായിരുന്നു ചന്ത എന്ന് പറയുന്നത്. അതൊരു വളരെ കൊമേഴ്സ്യൽ ആയിട്ടുള്ള, പ്രത്യേകിച്ച് മലബാറിലൊക്കെ ആളുകൾ ഇങ്ങനെ റിപ്പീറ്റഡ് ഓഡിയൻസ് ബാബുവാനെ ആരാധകരുണ്ടായിരുന്നു. അവർ കണ്ടുകൊണ്ടിരുന്ന ഒരു സിനിമ കൂടിയായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ ചന്ത എന്നൊന്ന് സിനിമ ആയിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് സംവിധായകൻ ഹരിദാസ് എന്നെ സമീപിക്കുന്നത്. ഇതിന്റെ എഴുത്തുമായിട്ട് ഞാൻ മഹാറാണിയിൽ ഇരിക്കുമ്പോഴാണ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എന്റെ പിതാവിന്റെ ഒരു സ്വാധീനം, ശാസ്ത്രീയ അവബോധം എന്നിൽ വളർത്തിയ കഥ ഞാൻ പറഞ്ഞല്ലോ. അപ്പം എന്നും ഞാൻ ഇത്തരം സിനിമകളൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ പോലും, ഇത്തരം സിനിമകളാണ് എഴുതുന്നതെങ്കിൽ പോലും, തമാശ നിറഞ്ഞ സിനിമകളൊക്കെയാണ് എഴുതുന്നതെങ്കിൽ പോലും എന്നിലൊരു കൃത്യമായൊരു രാഷ്ട്രീയ ബോധം രൂപപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് എന്റെ ബാല്യത്തിൽ എന്നെ സ്വാധീനിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ തന്നെ ഒരു സ്വതന്ത്ര ചിന്താഗതിയും ശാസ്ത്രീയ വീക്ഷണവും. അപ്പൊ അത്തരത്തിലുള്ള ഒരു സിനിമയ്ക്ക് വേണ്ടിയുള്ള ഒരു ആലോചന എന്റെ മനസ്സിലിങ്ങനെ രൂപപ്പെട്ട് വരുന്ന സമയത്താണ്, പരുവപ്പെട്ട് വരുന്ന സമയത്താണ് സംവിധായകൻ ഹരിദാസ് എന്നെ വന്ന് കാണുന്നതും എനിക്ക് ഒരു മമ്മൂട്ടിയുടെ ഡേറ്റ് ഉണ്ട്, എനിക്കൊരു മമ്മൂട്ടി ചിത്രം ചെയ്യണമെന്ന ആഗ്രഹമുണ്ട്, അതിനെപ്പറ്റി എന്തെങ്കിലും കഥയുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് വളരെ മോഡേൺ ആയിട്ടുള്ള ഒരു കഥ പറയുകയും ഈ സിനിമയുടെ പേര് ഇന്ദ്രപ്രസ്ഥം എന്നാണെന്ന് പറയുകയും അങ്ങനെ ഈ കഥ അന്നത്തെ ഒരു അവസ്ഥയില് മോർഫിംഗ് എന്ന് പറയുന്ന സാങ്കേതിക വിദ്യ ഇന്ത്യൻ സിനിമയിൽ ആദ്യമായിട്ട് അവതരിപ്പിക്കപ്പെടാൻ പോകുന്ന ഒരു സിനിമയാണ്. ഒരുപാട് സാങ്കേതിക സവിശേഷതകളുള്ള സിനിമയാണ്. അതിനെ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുമെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് പറഞ്ഞുകൂടാ, അതിനെക്കുറിച്ച് പഠിക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ മമ്മൂക്കയെ പോലുള്ള ഒരു ആർട്ടിസ്റ്റിന്റെ അടുത്ത് ഈ കഥ പോയിട്ട് പറയുകയും അദ്ദേഹം ഇതിന്റെ സാധ്യതകൾ മനസ്സിലാക്കുകയും അദ്ദേഹം ഇത്തരത്തിലുള്ള സാങ്കേതിക വിദ്യകളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാള് എന്ന നിലയ്ക്ക്, ഒരു ടെക്നോക്രാറ്റ് എന്ന നിലയ്ക്ക് അദ്ദേഹം ഇതിനെ വളരെയധികം സപ്പോർട്ട് ചെയ്യുകയും ഞങ്ങൾ അതിന്റെ എഴുത്തിലേക്ക് കടക്കുകയും വളരെ വേഗത്തിൽ ആ സിനിമ പ്രാവർത്തികമാക്കുകയും അതൊരു വലിയ വാർത്താ പ്രാധാന്യത്തോടെ വിക്രവും സിമ്രാനെ പോലുള്ള ഒരു താരത്തിന്റെ ആദ്യത്തെ സിനിമയായി അത് മാറുകയും ഇന്ന് വളരെ പ്രശസ്തരായിട്ടുള്ള ഒരുപാട് ആളുകൾ അതിൽ സഹകരിക്കുകയും പ്രകാശ് രാജിനെ പോലുള്ള ആളുകൾ ഒക്കെ വന്ന് അതൊരു വലിയ അക്കാലത്ത് വലിയൊരു സിനിമയായിട്ട് മാറുകയും ചെയ്തു. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സിനിമകൾക്കൊക്കെ ശേഷം എല്ലാ കലാകാരന്മാരുടെയും ജീവിതത്തിൽ ഉണ്ടാവുന്ന ചില മുന്നോട്ടുള്ള യാത്രയിൽ ഉണ്ടാവുന്ന ചില വേരിയേഷൻസ് ഉണ്ട്, ചില വ്യതിയാനങ്ങൾ. അങ്ങനെ ചില വ്യതിയാനങ്ങളൊന്നായിരുന്നു ഇന്ദ്രപ്രസ്ഥത്തിന് ശേഷം ഞാൻ കണ്ണൂർ എന്ന സിനിമയിലേക്ക് കടക്കുന്നത്. കണ്ണൂർ തികച്ചും രാഷ്ട്രീയ പശ്ചാത്തലത്തിലുള്ള, കണ്ണൂരിൽ നടക്കുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ പശ്ചാത്തലത്തിലുള്ള ഒരു സിനിമയായിരുന്നു. ഈ രാഷ്ട്രീയ കൊലപാതകങ്ങളൊക്കെ എന്തിന്, ആർക്ക് ഗുണം ചെയ്യുന്നുണ്ട്, ഇതിന്റെ അവസാനം, ഇതിന്റെ അറുതി എങ്ങനെയാവണം എന്നുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് വെക്കുന്ന ഒരു സിനിമയായിരുന്നു. അക്കാലത്ത് വലിയ കോലാഹലം ഉണ്ടാക്കിയ ഒരു സിനിമ കൂടിയായി മാറിയത്. മനോജ് കജയൻ അവതരിപ്പിച്ച കരുവള്ളൂർ ശിവൻകുട്ടി എന്ന് പറയുന്ന ആ കഥാപാത്രം ആളുകൾ ഏറ്റെടുത്തു. അതിനൊരു പരിഹാരം നിർദ്ദേശിക്കുന്ന ഒരു സിനിമ കൂടിയായിരുന്നു അത്. അതൊരു വലിയ ഹിറ്റായി മാറി. എന്റെ മുകളിൽ ഒരു രാഷ്ട്രീയ ചിത്രങ്ങൾ എഴുതുന്ന ഒരാൾ എന്ന നിലയ്ക്ക്, ഒരു ആക്ഷൻ സിനിമകൾ എഴുതുന്ന ഒരാൾ എന്നുള്ള ഒരു ലേബൽ എന്റെ മുകളിലേക്ക്, ഒരു എഴുത്തുകാരൻ എന്ന നിലയ്ക്ക് എന്റെ മുകളിലേക്ക് വരികയും പിന്നീട് അതിനുശേഷം ഞാൻ അത്തരത്തിലുള്ള സിനിമകൾ എഴുതുകയും അത്തരത്തിൽ കുറെ സിനിമകൾ എഴുതി. ഗാന്ധിയൻ, പിന്നെ പതാക, ഡയറക്ടർ കെ മധുവിന് വേണ്ടി പതാക എന്ന സിനിമ എഴുതി. പിന്നെ ഷാജൂൻ കാര്യാലിന് വേണ്ടി സൈബർ തിരുമേനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമ എഴുതി. അങ്ങനെ കുറെ സിനിമകൾ. അപ്പം ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഏതൊരു എഴുത്തുകാരന്റെയും ജീവിതത്തിൽ സംഭവിക്കുന്ന ചില തീരുമാനങ്ങളിൽ നിന്നുണ്ടാവുന്ന വ്യതിയാനങ്ങൾ, അത് യഥാർത്ഥത്തിൽ ശരിയായ തീരുമാനങ്ങളല്ല നമ്മൾ എടുക്കുന്നതെങ്കിൽ നമുക്ക് ഒരുപക്ഷെ കാലിടറാം എന്നതിന്റെ തെളിവായി സൈബർ തിരുമേനിക്ക് ശേഷം, പതാകയ്ക്കും ശേഷം ഞാനൊരു സിനിമ സംവിധാനം ചെയ്യാൻ തീരുമാനിക്കുകയും ആ സിനിമ ഒരുപക്ഷെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന നിലയ്ക്ക് ജീവിതം തുടങ്ങിയതുകൊണ്ടാവാം, ആ നിലയ്ക്ക് ഒരു സംവിധായകനാവണം എന്നുള്ള മോഹം ഞാൻ സൂക്ഷിക്കുന്നുകൊണ്ടാവാം, മറ്റ് സംവിധായകരോടൊക്കെ
ഞാൻ പുലർത്തിയ എന്റെ മനോഭാവം എന്ന് പറയുന്നത്, ഞാനൊരു സിനിമ ചെയ്യുമ്പോൾ ഞാനത് കാണിച്ചു തരാം എന്താണ് യഥാർത്ഥ സിനിമ, എന്റെ സിനിമ എന്നുള്ള ഒരു ധാർഷ്ട്യവും എന്റെ ഉള്ളിലുള്ളത് കൊണ്ടാവാം ചെമ്പട എന്ന സിനിമ ഞാൻ ചെയ്യുമ്പോൾ തികച്ചും പുതുമുഖങ്ങളെ വെച്ച് തന്നെ അത് ചെയ്യാൻ തീരുമാനിക്കുകയും ആ പുതുമുഖങ്ങളെ വെച്ച് ചെയ്ത ആ സിനിമയ്ക്ക് കഥയും തിരക്കഥയും സംഭാഷണവും എഴുതേണ്ടതിന് പകരം ഞാൻ മറ്റൊരു എഴുത്തുകാരനെ കണ്ടെത്തുകയും അതിന്ന് എഴുത്തിന്റെ ഒരു മേഖലയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് സംവിധായകൻ മാത്രമായിട്ട് അതിനെ കാണുകയും അതിൽ സംഗീത സംവിധായകന്റെയും ഒരു പാട്ടെഴുത്തുകാരന്റെയും റോള് എടുക്കുകയും ചെയ്തു. അങ്ങനെ ആ സിനിമയുടെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ വളരെ ദയനീയമായി പരാജയപ്പെട്ട ഒരു സിനിമയായിരുന്നു. പിന്നീട് ഞാൻ അതിനെ പറഞ്ഞത് വിജയകരമായ പരാജയം എന്നാണ്. എങ്ങനെയാണ് നമ്മൾ പരാജയത്തിൽ നിന്ന് വിജയകരമായി പഠിക്കുക എന്നുള്ളതിന്റെ പാഠപുസ്തകമായിരുന്നു എനിക്ക് സത്യത്തിൽ ആ സിനിമ. പക്ഷെ അതിലെ പാട്ട് എന്റെ പ്രണയത്തിൻ താജ്മഹൽ എന്ന ഞാൻ എഴുതി സംഗീതം ചെയ്ത നജീം അർഷാദിനെ പോലുള്ള ഒരു പാട്ടുകാരനെ അവതരിപ്പിക്കാൻ പറ്റിയ ആ പാട്ട് വലിയൊരു ഹിറ്റായി മാറി. അപ്പൊ അതൊരു വലിയ സന്തോഷമായിരുന്നു. പക്ഷെ ഇതിനുശേഷം മാനസികമായി ഒരുപാട് തളർത്തിയ ഒരു സന്ദർഭമായിരുന്നു ഈ ചെമ്പട എന്ന ചിത്രത്തിന്റെ പരാജയം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിജയകരമായ പരാജയം എന്ന് പറയാം. അപ്പൊ അതിൽ ഞാൻ ഇരുന്നിട്ട് ഇവിടുന്ന് അങ്ങോട്ട് എന്ത് സിനിമ ചെയ്യണം, എങ്ങനെ ചെയ്യണം, എന്തായിരിക്കും ഇനി എന്റെ ഭാവി, എന്റെ പ്രൊഫഷന്റെ ഭാവി എന്തായിരിക്കും എന്നതിനെ ചൊല്ലി ഒരുപാട് ആശങ്കകൾ എന്റെ ഉള്ളിലുണ്ടായി. ആ സമയത്ത് ആ പീരീഡ് ഏതാണ്ട് ഒരു 8-9 വർഷം ഞാൻ ഈ ആശങ്കകളുമായി മുന്നോട്ട് പോകുന്നതിനിടയിൽ ഞാൻ കുഞ്ചാക്കോ ബോബന്റെ റൈസ് എന്ന സിനിമ എഴുതി. കുക്കു സുരേന്ദ്രൻ, സന്തോഷ് ശിവന്റെ കസിനായിട്ടുള്ള കുക്കു സുരേന്ദ്രൻ ഡയറക്ട് ചെയ്ത ഇന്ദ്രജിത്തും കുഞ്ചാക്കോ ബോബനുള്ള റൈസ് എന്ന പടം എഴുതി. തരക്കേടില്ലാതെ പോയൊരു പടമായിരുന്നു. അതിനുശേഷം കണ്ണൂരിന്റെ 2ാം ഭാഗമായിട്ടുള്ള വീണ്ടും കണ്ണൂർ എന്ന സിനിമ എഴുതി. അനൂപ് മേനോൻ നായകനായിട്ടുള്ള പടം. അതൊരു സാധാ ആവറേജ് പടം മാത്രമായിരുന്നു. അപ്പം തുടർന്നുള്ള വിജയങ്ങൾ എനിക്ക് അങ്ങനെ സമ്മാനിക്കാൻ പറ്റിയില്ല എന്ന് പറയുന്നതോട് കൂടെ തന്നെ ഈ ഒരു 9 വർഷം 10 വർഷത്തിനിടയിൽ ഞാൻ വളരെ കൃത്യമായി എങ്ങനെ ഒരു പ്രൊഫഷനെ തിരിച്ചു പിടിക്കാമെന്നതിനെ കുറിച്ചുള്ള ആലോചനയിലായിരുന്നു. ആ സമയത്താണ് എനിക്കൊരു ജീവിതത്തിന്റെ ഒരു വഴിമാറ്റി തന്ന എനിക്കൊരു ഗുരുനാഥൻ എനിക്ക് കിട്ടുന്നത്. വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു മൈൻഡ് പവർ ട്രെയിനറായിട്ടുള്ള പിന്നീട് എന്റെ മാനസിക ഗുരുവായി മാറിയിട്ടുള്ള ഡോക്ടർ പി വിജയൻ എന്ന ഒരു സൗത്ത് ഇന്ത്യയിലെ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ട്രെയിനറും കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ കിട്ടുകയും ഞാൻ ആ വഴിയിലൂടെ ഒരു ട്രെയിനിങ്ങിന്റെ വഴിയിലൂടെ അദ്ദേഹത്തിന്റെ നേരിലായിട്ട് ഇങ്ങനെ സഞ്ചരിക്കുകയും അദ്ദേഹത്തിന് വേണ്ടിയുള്ള PR ആക്ടിവിറ്റികളും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്തു. അപ്പോൾ എങ്ങനെയാണ് ഒരാൾ പരാജയത്തിൽ നിന്ന് വിജയിക്കേണ്ടത്, വിജയം എന്നത് കല എങ്ങനെയാണ് നമ്മൾ പഠിച്ചെടുക്കേണ്ടത് എന്ന് മനസ്സിലാക്കുകയും അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ട് ധാരാളം വിജയികളായിട്ടുള്ള ആളുകളോടുകൂടെ പ്രവർത്തിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് 3 വർഷം മുമ്പ് ഞാൻ എന്റെ പുതിയ ഒരു ആശയവുമായിട്ട്, ഒരു സിനിമാ സങ്കല്പവും പുതിയൊരു ആശയവുമായിട്ട് ഞാൻ എന്റെ ഗൾഫിലുള്ള സുഹൃത്തുക്കളുടെ ഒത്താശയോടെ ഞാൻ ഗൾഫിലേക്ക് വിസ സംഘടിപ്പിച്ചുകൊണ്ട് പോവുകയാണ്.